കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ ദൈവസഭയായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇതുവരെ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടെ തന്നെ സംസാരിക്കുന്നത്. അവൻ്റെ ബുദ്ധി അഫലമാകുന്നു. അവൻ സ്പിരിച്വൽ മിസ്റ്ററികൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ധ്യാനിച്ച് വീണ്ടും നമുക്കൊരുമിച്ച് അല്പനേരം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയത്ത് വേർതിരിക്കാം. ഈ വാക്യം ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത ഒന്ന് പറഞ്ഞു വിട്ട വാക്കുകളാണ്. അത് തന്നെ ഒന്നുകൂടെ നമുക്ക് ധ്യാനിക്കണം എന്ന് തോന്നിയതിനാലാണ് ഞാൻ ഇന്നലെ ഫ്ലയർ അങ്ങനെ ഇട്ടത്. ആരെങ്കിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ചു. സങ്കീർത്തനം 25:14 വാക്യം. The secret of the Lord is with them in him, and he will show them his covenant. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ ഉടമ്പടികൾ, അവിടെ നിയമം എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു, സത്യത്തിൽ അത് കവനൻ്റ് എന്നാണ് വരേണ്ടിയിരുന്നത്. ഇംഗ്ലീഷിൽ കണ്ടോ, ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം. അവനെ ഭയപ്പെടുന്നവരോട് കൂടെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുണ്ട്. ആൻഡ് ഹി വിൽ ഷോ ദം ഹിസ് കവനന്റ്. അവൻ അവരെ അവൻ്റെ ഉടമ്പടി കാണിക്കും. ഇതാണ് നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ലേഷനകത്ത് ഇത് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ആ വാക്യം കൂടെ സിസ്റ്റർ ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ഇംഗ്ലീഷിലാണത്. 14 വാക്യം. ഇത് TPT പരിഭാഷയാണ്, പാഷൻ ട്രാൻസ്ലേഷനാണ്. ഒന്ന് വായിക്കാമോ സിസ്റ്റർ? വാക്യം. There is a private place reserved for the devoted lovers of Jehovah, where they sit near him and receive the revelation, secrets of his promises. Rescue me. Okay, sister, അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു. Rescue me, Jehovah, for you free my feet from every trap. Sorrows will sister, മതി. 14 വാക്യത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. There is a private place reserved for the devoted lovers of Yahweh. Yeah. And receive revelation. വെളിപ്പാട് ഉണ്ടാവും. Secrets of his promises. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, ദൈവത്തിൻ്റെ അടുക്കൽ യാഹ്വയെ പൂർണ്ണമായി ഡിവോട്ടഡ് ലവേഴ്സ്. അതിൻ്റെ ഡിവോട്ടഡ് വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അർത്ഥം പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഡിവോട്ടഡ് ലവേഴ്സിന് അല്ലെങ്കിൽ ആഴമായിട്ട് അല്ലെങ്കിൽ സമർപ്പിതനായിട്ട് സമ്പൂർണ്ണമായിട്ട് അവനെ സ്നേഹിക്കുന്ന, യാഹ്വയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ ഒരു പ്രൈവറ്റ് പ്ലേസ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൈവറ്റ് പ്ലേസ്, ശരിയായില്ലേ അർത്ഥം? There is a private place reserved for the devoted lovers of Yahweh. അടുത്ത വാക്ക്, where they sit near him, അവൻ്റെ അടുക്കൽ ഇരിക്കുകയും, and receive the revelation, അവനിൽ നിന്ന് വെളിപ്പാടുകൾ പ്രാപിക്കുകയും ചെയ്യുന്നൊരു സ്ഥലം. സീക്രട്ട് ഓഫ് ഹിസ് പ്രോമിസ്, അവൻ്റെ വാഗ്ദത്തങ്ങൾ, അതിൻ്റെ രഹസ്യങ്ങൾ തുറക്കുന്ന സ്ഥലം. ഇങ്ങനെ ഒരു പ്ലേസ് ദൈവത്തിൻ്റെ അടുക്കൽ നമുക്കുണ്ടോ? സ്പിരിച്വൽ റിലത്തിൽ ഇങ്ങനൊരു സ്ഥലം നിങ്ങൾക്കുണ്ടോ? അതിപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തുറന്നു വരുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനങ്ങളൊക്കെ? നിങ്ങളുടെ അകത്ത്. അപ്പം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ നാം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുന്നു. ഇതിനപ്പുറം നിങ്ങളുടെ ആത്മാവിനാൽ, നിങ്ങളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഒന്നായി ചേർന്ന് നിങ്ങളുടെ ആത്മാവിനാൽ നിങ്ങൾക്ക് ഹെവൻ പ്ലേസുകളിലേക്ക് കയറാൻ പറ്റുന്നൊരു തലമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ബൈബിൾ പറയുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ അത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ അകത്ത് അങ്ങനൊരു തലം ദൈവാത്മാവ് തുറക്കും.
സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഞാനിത് വീണ്ടും പറയാൻ കാരണം, നിങ്ങളുടെ അകത്ത് ഇത് ആഴമായിട്ട് സ്പർശനീയമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള തലങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. അങ്ങനെയുള്ള തലങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. അപ്പം അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റിയൊരു കൃപാസനം നിങ്ങൾക്കുണ്ടോ? ആ കൃപാസനം എവിടെയാണ്? അപ്പൊ ഹെവനിൽ അങ്ങനെ ഒരു കൃപാസനവും അങ്ങനെ ഒരു നിയമപ്പെട്ടവും ദൈവാലയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലണ്ടേ? ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ മനസ്സിലാകും. ഒരാൾ ഈ വാക്യം കൂടെ വായിക്കണം കേട്ടോ. ഒരാൾ ഈ വാക്യം കൂടെ വായിക്കണേ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. ഒന്ന് വായിച്ച് ഈ വാക്യം. And the temple of God was opened in heaven, and there was seen in his temple the ark of testament, and there were lightnings and voices and thunderings and an earthquake and a great hail. അപ്പൊ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇതെവിടെ നടക്കുന്നേ? അപ്പൊ ആലയത്തിൽ പെട്ടകമുണ്ടോ? സ്വർഗത്തിൽ ദൈവാലയമുണ്ടോ? ആ ദൈവാലയത്തിൽ പെട്ടകം പ്രത്യക്ഷമാകുമോ? ആ കൃപാസനത്തിലേക്ക്, ആ പെട്ടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അതെങ്ങനെ നമ്മൾ പോകും? നമ്മൾ ശരീരം കൊണ്ടാണോ പോകുന്നത്? ഈ പദങ്ങൾക്കെല്ലാം, ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവാത്മാവ് നമുക്ക് ആത്മാവിൽ ഉത്തരം നൽകാൻ തുടങ്ങും. ഈ വാക്യം കൂടെ വായിച്ചു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് മതി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ ആ തകർക്കപ്പെട്ട തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലെ ആലയത്തിലേക്ക്, അല്ലെങ്കിൽ കൃപാസനത്തിലേക്ക്, അല്ലെങ്കിൽ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ആത്മാവിൽ ഒരു വഴി തുറന്നിരിക്കുന്നു. ആ വഴിയാണ് പ്രതിഷ്ഠിച്ച ജീവന്റെ പുതുവഴി. ഇനി ഒരു വാക്യോട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ കാണിച്ചൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുക. ശരണത്തിനായി ഓടി വന്ന് നാം മാറിപ്പോകാത്ത, ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായി 2 കാര്യങ്ങൾ ശക്തിയാൽ പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. 19-ാം വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൽ ഒരു നങ്കൂരം തന്നെ. കേൾക്കണം കേട്ടോ. ആ പ്രത്യാശ നമുക്ക് സോളിൽ ഒരു നങ്കൂരമാണ്. ആങ്കർ ഓഫ് ദ സോൾ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. കണ്ടോ? അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധന്മാർ ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതറിയണമെങ്കിൽ 2-ാം വാക്യം, 1-ാം വാക്യം വിട്ട് വായിക്കണം. ഞാൻ സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. അവിടെ 6 കാര്യം പറഞ്ഞിട്ട് പറയണേ. എന്നീ അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ അകത്തൊരു വളർച്ചയുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിൽ ആദ്യത്തെ ഈ 6 പടികൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാതെ, അത് 6 പടികൾ എന്താ? വിശ്വാസം, മാനസാന്തരം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിച്ചാൽ ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. അപ്പൊ ദൈവം അനുവദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ദൈവം പറയുക, നിങ്ങളെ അവിടെ പറയുന്നുണ്ട്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് മുള്ളും പറക്കാരെ മുളച്ചാൽ അത് ചുട്ടുകളയേണ്ടതാണ്. പക്ഷേ ദൈവം കൃപാലുവാണ്. നിങ്ങളുടെ പ്രവൃത്തിയെ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ദൈവം നിങ്ങളെ മറക്കുകയല്ല. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിന് ചെയ്തവരല്ലേ.
അതുകൊണ്ട് നിങ്ങൾ മന്ദതയുള്ളവരാകാതെ നിങ്ങൾ വാക്തത്വങ്ങൾ അവകാശമാക്കുന്നവരെ അനുകാരികളാകും. നമ്മുടെ ദൈവം പറയുകയാണ്, ദൈവത്തിന് അബ്രഹാമോട് വാക്തത്വം ചെയ്തപ്പോൾ മറ്റു വലിയൊരാളെ കൊണ്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ കൊണ്ട് ഇവിടെ സത്യം ചെയ്തു, ഓത്ത് ചെയ്തു, ഉടമ്പടി ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും കേട്ടോ. എന്നിട്ട് താഴെ പറഞ്ഞു വരികയാണ്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിച്ച ദൈവാത്മാവ് യഹോവയാം ദൈവം നമ്മുടെ അകത്തൊരു പ്രത്യാശ നൽകിയിരിക്കുന്നു. എന്താണ് ആ പ്രത്യാശ? അത് നിശ്ചയമാണ്, നമ്മുടെ ആത്മാവിൽ പകർന്നിരിക്കുന്ന നങ്കൂരമാണ്. അത് തിരശീലക്കകത്തേക്ക് നിങ്ങളെ കടത്തുന്നതാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വാക്യം ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ആരുണ്ട്? അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ അവൻ അങ്ങോട്ട് പോയി, അവൻ തിരശീലക്കകത്താണ്. എവിടെ പറയാണ്? നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നു? നങ്കൂരമിട്ട് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഭൂമിയിലെ പ്രശ്നങ്ങളുടെ അകത്ത് കിടന്ന് തലതല്ലിച്ചാവാതെ, വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നിങ്ങൾ തളർന്നിരിക്കാതെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സീക്രട്ട് പ്ലേസിലേക്ക് അവിടെ അവൻ മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുന്നു. അവിടെ അവൻ നിങ്ങളുടെ അഡ്വക്കറ്റാണ്, അവിടെ അവൻ നിങ്ങളുടെ മധ്യസ്ഥനാണ്, അവൻ നിങ്ങളുടെ ടെസ്റ്റേറ്ററാണ്, അവൻ നിങ്ങളുടെ എക്സിക്യൂട്ടറാണ്. അവിടെ പുതിയ ഉടമ്പടിയുടെ രക്തമുണ്ട്. അപ്പൊ നിങ്ങൾ അവനിൽ വിശ്വസിച്ച് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചാൽ അവിടെ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ആ സീക്രട്ട് പ്ലേസിൽ നിങ്ങൾ ഇരുത്തുന്നത് ദാവീദ്യ കവനന്റിന്റെ നിവർത്തിയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളെ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. വായിച്ച് ഈ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ച് ഈ വാക്യം കൂടെ, 7-ാം വാക്യം കൂടെ വായിച്ച്, മലയാളത്തിൽ വായിച്ച്. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഈ വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലേസിൽ നിങ്ങൾ അപ്പം എബ്രായ ലേഖനം 4:16 നാം ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഫെയ്ത്തിനാൽ ആ കൃപാസനത്തിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, പുതിയ നിയമത്തിന്റെ ഹയർ റെവലേഷൻ തുറന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ അവിടേക്ക് പോകാനുള്ള വഴി തുറന്നിരിക്കുന്നു, കൃപാസനത്തിലേക്ക് ചെല്ലുക. നിങ്ങൾക്ക് അവന്റെ ശരീരത്തിൽ കൂടെ ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പൗലോസ് 10-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയുന്നു. എന്നിട്ട് 11-ാം അധ്യായത്തിൽ പറയുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്താ നിശ്ചയം? അവിടെ അവൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് ചെല്ലാം. അത് ന്യൂ കവനന്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മേത്തരമായ വാക്തത്വമാണ്. നിങ്ങൾ അപ്പോൾ അവിടെയാണോ? ഇത് വാക്തത്വമാണോ? ഇത് യാഥാർത്ഥ്യമാണോ? ഇത് നടന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങളെ അവിടെ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പ്രാർത്ഥിക്കണം. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ബുദ്ധി അഫലമാവുകയാണ്. എന്താ ബുദ്ധി അഫലമാകുന്നത്? നിങ്ങൾ ആത്മാവിൽ മർമ്മം പറയും. എന്താ മർമ്മം? മിസ്റ്ററി എന്താ? ദൈവത്തിന് അറിയാനാണോ മർമ്മം പറയുന്നത്? അല്ല. മിസ്റ്ററി എന്താ? നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു, നിങ്ങളെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങളെ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാകും? ഇത് ഇനി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എന്നെ സ്വർഗത്തിൽ കൊണ്ടിരുത്തണം കർത്താവേ, എന്നെ നിന്നോടുകൂടെ ഉയർപ്പിക്കണമേ കർത്താവേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമേനായി പോകും. കാരണം നമുക്കിതെല്ലാം പ്രാർത്ഥനയെല്ലാം കിട്ടാനുള്ളതാ. പക്ഷേ സ്പിരിച്വൽ മിസ്റ്ററി എന്താണ്? നിങ്ങളെ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോ നിങ്ങളുടെ ഭവനത്തിൽ ഈ ജൂലൈ മാസം എത്രാം തീയതി, ഡേറ്റ് ഒക്കെ മറന്നുപോയി, 19-ാം തീയതി രാവിലെ നിങ്ങളെ സ്പിരിച്വൽ റിലത്തിനകത്ത്, ഹെവന്റെ അകത്ത് അവനോടുകൂടെ ആ പെട്ടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിൽ അല്ലെങ്കിൽ ഹെവൻ തലത്തിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്നു. ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരാണ്, ഇതെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു ജീവന്റെ പുതുവഴി അവനിലൂടെ തുറന്നിട്ടുണ്ടെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ കുറച്ചു നേരം അന്യഭാഷയിൽ അതരം തുറന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യേണ്ട, മൈക്കുകൾ ഓൺ ചെയ്യാൻ മറ്റ് സൗണ്ട് ഇല്ലെങ്കിൽ ഓൺ ചെയ്യണം. എന്നിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങളെ ഇങ്ങനെ ദൈവത്തിൻ്റെ ആ ദൈവിക ട്രിയൂണിറ്റിക്കകത്തേക്ക്, അവൻ്റെ കൃപാസനത്തിനകത്തേക്ക്, അവൻ്റെ അകത്തേക്ക്, ഇതൊക്കെ മനസ്സിലാകാൻ പറയുന്ന വാക്കുകളാണ് കേട്ടോ. ആ സീക്രട്ട് പ്ലേസിലേക്ക് നിങ്ങളെ അവൻ ആത്മാവിൽ കൊണ്ടുപോയിരിക്കുന്നത് വെളിപ്പാടിൽ കണ്ട് പ്രാർത്ഥിക്കാമോ? ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ?
ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുക. ഒരു സീക്രട്ട് പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരു സ്ഥലത്ത് എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം കൊണ്ട് പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. വിഷയങ്ങൾക്ക് വേണ്ടി വല്ല 2-3 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ആദ്യം നമ്മുടെ മനസ്സിനകത്ത് ഈ പ്രശ്നങ്ങൾ മൊത്തം പോകണം. ആ പ്രശ്നം, ഈ പ്രശ്നം, അപ്പുറത്തെ പ്രശ്നം, അച്ചാച്ചൻ്റെ പ്രശ്നം, അമ്മയുടെ പ്രശ്നം, കൊച്ചിൻ്റെ പ്രശ്നം, കൊച്ചപ്പൻ്റെ പ്രശ്നം, ഇതെല്ലാം കൂടെ തലേ കയറി ആകെ വ്യാകുലപ്പെട്ട് ഏതാണ്ട് ഒരു വല്ലാത്ത പരുവത്തി വന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇല്ല, ഇതെല്ലാം മാറി നമ്മൾ അവനിൽ ആരാണ്, അവനിൽ ആരാണെന്നുള്ള ബോധ്യമാകത്തുണ്ടാകട്ടെ. ആദ്യം ഉണ്ടാകട്ടെ. അവനോടുകൂടി അവന് രഹസ്യമായിട്ട് ഈ യാഹുവേക്ക് രഹസ്യമായിട്ട് നിന്നോട് ചിലത് പറയാനുണ്ട്. അയ്യോ, ഒരു നാനോ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു നാനോ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് പ്രോഗ്രാമുകൾ നടക്കുന്ന സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യാഹുവേ എന്ന പിതാവിന് അയ്യോ നിന്നോട് ഓരോ സെക്കൻഡിലും ചിലത് പറയാറുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന അവസ്ഥകളുടെ നടുവിൽ ലീഡിങ്ങുകൾ അവൻ തരും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുമ്പോട്ട് വെക്കേണ്ടത്, ഏത് കാര്യമാണ് ചെയ്യേണ്ടത്. ലീഡിങ്ങുകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പലരെ അന്വേഷിക്കുന്നു. പല വഴി ആരെങ്കിലും കർത്താവെ ഒന്ന് ഇടപെട്ടെങ്കിലും, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എന്താ ചെയ്യണ്ടേ? തമ്പുരാനെ പൊന്നുപോലെ ഇവിടെ കയറി വേടാ, ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. നിന്റെ വിഷയത്തിൽ ലോകത്ത് ആർക്കുള്ളവനേക്കാൾ ഉത്തരവാദിത്വം സ്വർഗസ്ഥനായ പിതാവിനുണ്ട്. അവന് നിന്നോട് രഹസ്യമായി സംസാരിക്കാനുണ്ട്. പോകാം, നമുക്കൊന്ന് പതുക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സീക്രട്ട് പ്ലേസിൽ എന്നെ ഇരുത്തണമേ. എന്നെ ആ സീക്രട്ട് പ്ലേസിൽ ഇരുത്തിയവനായി സ്തോത്രം. There is a private place reserved for the devoted lovers of Yahweh. സമർപ്പിതനായിട്ട് അവനെ സ്നേഹിക്കുന്ന, സമ്പൂർണമായിട്ട് അവനെ സ്നേഹിക്കുന്ന, യാഹുവെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു റിസർവ് സീറ്റ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരാണോ? നിങ്ങൾ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നവരാണോ? നിങ്ങളൊരു ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിനകത്ത് വേറെ ആരും വന്നിരിക്കില്ല. Where the seat near him, ആ സീറ്റ് എവിടെയാണ്? അവന്റെ അടുക്കലാണ്. എന്നിട്ട് എന്തിനാ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ചെന്നാൽ അവനിൽ നിന്നുള്ള വെളിപ്പാടുകൾ അവൻ തുറക്കും, റെവലേഷനുകൾ തുറക്കും. സീക്രട്ട് ഓഫ് ഹിസ് പ്രോമിസ്, അവന്റെ പ്രോമിസുകളുടെ വാക്തത്വങ്ങളുടെ സീക്രട്ടുകൾ തുറക്കും. അങ്ങനെ ഒരു തുറവി നിന്റെ മേൽ വെളിപ്പെട്ട് വരുമോ? മറ്റൊന്നും ധ്യാനിക്കാതെ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാം. മറ്റൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കർത്താവേ, ഈ വാക്യം വായിക്കാൻ അറിയുന്നവര്, ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയുന്നവര്, മലയാളത്തിൽ അത് ധ്യാനിക്കാൻ അറിയുന്നവർ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അടുത്ത ചില മിനിറ്റുകൾ ഒന്നും അതരങ്ങളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ച്, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഷഖനദന അൽക്കദന അങ്ങനെ ഒരു ഹയർ ഇലത്തിലേക്ക് ഇന്ന് രാവിലെ സ്പിരിറ്റിനകത്തേക്ക് കയറിച്ചല്ല. പ്രൗഢമനഘടകനാദന ശംഭ പ്രൗഢമനഘടകന വൈഷ പ്രൗഢമനഘടക ജഗക്ഷസ്കനാദിനാദന പ്രൗഷസ്കനാദിനാദന അങ്ങനെ ഒരു ഹയർ റിലം തുറക്കണമപ്പാ. സ്പിരിച്വൽ റിലത്തിൽ അങ്ങനെ ഒരു ഹയർ റിലം തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ റിലത്തിനകത്ത് അങ്ങനെ മക്കളെ അങ്ങ് വെച്ചിരിക്കുന്ന റിലം കാണാൻ അവരുടെ കണ്ണിപ്പോൾ തുറക്കണമപ്പാ. ആ ജീവന്റെ പുതുവഴിയിലൂടെ
നിങ്ങൾ ഈ സ്പിരിച്വൽ തലത്തിനകത്ത് ഇങ്ങനൊരു വളർച്ച വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്നുള്ള ബോധ്യം ആദ്യം നിങ്ങൾക്കുണ്ടാകണം. 2, പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇരുന്ന് ഉറങ്ങാതെ നിങ്ങളുടെ മനസ്സിനകത്ത് മറ്റു ചിന്തകളൊന്നും വരാതെ നിങ്ങൾ ആത്മാവിൽ അന്യഭാഷ തന്നെ സ്ഫുടമായിട്ട് പറയണം. കാഹളം ഊതുമ്പോൾ അത് തെളിവില്ലാതെ ഊതിയാൽ എങ്ങനെ പടയ്ക്ക് പുറപ്പെടും? അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അന്യഭാഷ ശക്തിയോടെ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങളെ ആത്മാവിലൂടെ പുത്രനിലൂടെ ഏകാത്മാവിനാൽ പുത്രനിലൂടെ പിതാവിങ്കിലേക്ക് പ്രവേശിപ്പിച്ചത് നിങ്ങൾ അവൻ്റെ അകത്താണ് വസിക്കുന്നത് എന്ന ഒരു ബോധ്യത്തിൽ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് ഇത് അനുഭവങ്ങളായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ദർശനങ്ങൾ കാണും. നിങ്ങൾക്ക് സ്പിരിച്വൽ റിലത്തിനകത്തുള്ള ഗ്ലോറി റിലം നിങ്ങൾക്ക് അനുഭവിക്കാം. അവിടെ മുഴുവൻ തേജസ്സാണ്. നിങ്ങൾ അവിടെ എൻ്റർ ആകുന്നതോടുകൂടെ നിങ്ങൾ കാണാൻ പോകുന്ന ഗ്ലോറി റിലമാണ്. നോക്കി, ഇത് ബൈബിളിലെ ഒരു വാക്യത്തിലെ ഒരു പുസ്തകത്തിലെ വിഷയമല്ല. മോശ ദൈവ വചനത്തിലെ ആദ്യ പുസ്തകങ്ങൾ എഴുതിയ മോശ പുറപ്പാട് പുസ്തകത്തിൽ താൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണേ. അപ്പോൾ തമ്പുരാൻ എന്താ പറഞ്ഞേ? നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് ഞാൻ കൽപ്പിച്ചു. ഇവിടെ പറയും, ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പാറമേൽ നീ നിൽക്കണം. കണ്ടോ, പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് മോശയ്ക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാം. മോശയ്ക്ക് ഈ സീക്രട്ട് പ്ലേസിനെ കുറിച്ച് അറിയാം. ജനത്തിൻ്റെ കൂടെ, ജനത്തിൻ്റെ ആവശ്യം, ജനത്തിൻ്റെ കറക്കം, ജനത്തിൻ്റെ ഇഷ്ടം, ജനത്തിൻ്റെ തീറ്റ, ഇതൊക്കെ മോശയ്ക്കറിയാം. അപ്പൊ മോശ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് അവൻ നേരെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കടന്നുപോയി. അപ്പൊ എന്നിട്ടോ ദൈവം അവനെ പാറമേൽ നിന്നാൽ
ദൈവം അവനെ പാറയുടെ പിളർപ്പിലാക്കി. കണ്ടോ, പാറയുടെ പിളർപ്പിലാക്കി. തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കും. അപ്പൊ പഴയ നിയമത്തിൽ പാറയുടെ പിളർപ്പാണ് ഈ സീക്രട്ട് പ്ലേസ്. പാറമേൽ വരെ നീ വരണം, പാറയ്ക്കകത്തേക്ക് ഞാൻ നിന്നെ ഇറക്കും. അപ്പൊ ഡിവോട്ടഡ് ലവേഴ്സ്, യാഹ്വേയെ ആഴമായി സ്നേഹിക്കുന്നവൻ തേജസ് കാണാൻ കൊതിക്കും. അവൻ പർവ്വതത്തിന്റെ മുകൾ വരെ അവൻ കയറി വരണം. കയറി വന്നാൽ പാറയുടെ പിളർപ്പിനകത്തേക്ക് അവൻ നിന്നെ ഇറക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവത്തോട് ആഴമായ അമിതമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കണം. നിങ്ങളുടെ അകത്ത് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം രൂപപ്പെടുന്ന, വളർച്ച പ്രാപിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ ക്രിസ്തുവിനകത്തേക്ക് അവൻ ഇമേഴ്സ് ആക്കും. അവിടെയാണ് നിങ്ങൾ പുതിയ നിയമത്തിന്റെ ട്രൂത്തുകൾ നിങ്ങൾ പഠിക്കുന്നത്, ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നത്, യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്. അവിടെ നിങ്ങൾ ക്രിസ്തുവിനകത്താണ്. കണ്ടോ, ആ പ്ലേസ് മാറി. നിങ്ങൾ വളരാൻ ആഗ്രഹിച്ചു, നിങ്ങൾ പ്രയോജനപ്പെടാൻ ആഗ്രഹിച്ചു, നിങ്ങൾ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചു. അപ്പൊ തമ്പുരാൻ കാണിച്ചത് നിങ്ങളിപ്പോൾ അവന്റെ അകത്താണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തു ആരില്ല, ക്രിസ്തു പിതാവിലാണ്. അപ്പൊ നിങ്ങളെ ഹെവൻ റിലത്തിലകത്തേക്ക് ആത്മാവെ കൊണ്ടുപോവുക. എങ്ങനെ? ആത്മാവിലാണെന്ന് നടക്കുന്നത്. നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് അവനുണ്ട്. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ അവന്റെ ആത്മാവ് ഒരാത്മാവാണ്. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്ന യാക്കോബ് സ്വർഗത്തിലേക്ക് തുറന്നിരിക്കുന്ന ഗോവേണി കണ്ടപ്പോൾ ആ ഗോവേണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് അവൻ കണ്ടത്. ഇതുപോലെ നിങ്ങളുടെ ആത്മാവും ഹെവനിലെ ത്രോണും തമ്മിൽ ഇപ്പോൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞത് ജീവനുള്ള പുതുവഴി തുറന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോണം. ഇനി അനുഭവം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ അവിടെ ഇരിക്കുന്നെന്ന വെളിപ്പാട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിലും ജയം വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ജയിക്കും. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളിൽ നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെയും നിങ്ങൾ ജയിക്കും. സകല മേഖലകളെയും നിങ്ങൾ വാഴാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഇരിക്കുന്നത് അവന്റെ അകത്താണ്. മോശ പർവ്വതത്തിന് മുകളിൽ കയറിച്ചു. അതുകൊണ്ടാണ് മോശ 91-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ മോശ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കണ്ടോ. അപ്പോൾ ഈ സീക്രട്ട് പ്ലേസിനകത്തേക്ക് എന്നിട്ട് മോശയോട് എന്താ പറഞ്ഞത്? മോശയോട് പറഞ്ഞത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ കാൽവറിയിൽ നിവർത്തിക്കപ്പെട്ട സത്യങ്ങളുടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെ നിഴലുകളാണ് പറഞ്ഞത്. പെസഹയെ കുറിച്ച് പറഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞു? കൂടാര പെരുന്നാളെ കുറിച്ച് പറഞ്ഞു, യാഗമർപ്പിക്കേണ്ട വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 34-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട പഴയ നിയമ നിഴലുകളുടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ നിഴലുകളാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന മോശയുടെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങി. കണ്ടോ, മോശയുടെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങി. എന്ത് കേട്ടപ്പോഴാ? എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഭയങ്കര തിരക്കുള്ളവരായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, സാരമില്ല. അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ അറിഞ്ഞില്ല. അപ്പൊ മോശ നിന്റെ ത്വക്ക് പ്രകാശിക്കാൻ കാരണം എന്താ? തമ്പുരാൻ എന്താ മോശയോട് പറഞ്ഞത്? തമ്പുരാൻ മോശയോട് പറഞ്ഞത്, മോനെ നീ എന്ത് ചെയ്യണം? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ഒന്ന്. എവിടെ എന്ത് പറഞ്ഞു? നീ എന്ത് ചെയ്യണം? നീ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം. കണ്ടോ. 2 തമ്പുരാൻ എന്താ പറഞ്ഞത്? നീ ആബിമാസലിൽ പുറപ്പെട്ടു വന്നത്, നീ എന്ത് ചെയ്യണം? നീ എനിക്ക് കടിഞ്ഞൂലുകളായതിനെല്ലാം എനിക്ക് അർപ്പിക്കണം. നീ എന്ത് ചെയ്യണം? നിന്റെ ആദിജാവനെ നീ വീണ്ടുകൊള്ളണം. കണ്ടോ. അപ്പൊ വീണ്ടെടുപ്പ് പറഞ്ഞു. നോക്കിയേ, അവിടെ നോക്കിയേ, ആദ്യ വാരോത്സവത്തെ കുറിച്ച് പറഞ്ഞു. നോക്കിയേ, കണ്ടോ, സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു. പുരുഷന്മാരൊക്കെ വർഷത്തിൽ 3 വർഷം എൻ്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഇവിടെ എവിടെയാ ഒരു പാറയുടെ പിളർപ്പിലേക്ക് ഇറക്കിയത്? ഏത് പാറയിലേക്ക് കൊണ്ടുപോയത് ക്രിസ്തുവിലേക്കാണ്. ഇവിടെ നമ്മൾ സമയമെടുത്ത് കഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗത്തിൽ നമ്മളിവിടെ ജനത്തെ ക്രിസ്തുവിനെ പഠിപ്പിക്കുമ്പോൾ ആളുകൾക്ക് ഇത് വേണ്ട. ക്രിസ്തുവിനെ നീ പഠിച്ചാൽ നിന്റെ തലയിൽ കയറിയ ദൈവം എന്നെ കൊണ്ടുപോകുന്നത് അതിനകത്താണ്. എന്താ മെച്ചം? ഇതൊന്ന് ധ്യാനിച്ച് കുറച്ച് വരുന്ന് പ്രാർത്ഥിക്കാവോ?
നീ അവന്റെ അകത്താണ്, ക്രിസ്തുവിനകത്താണ്. അവന്റെ അകത്താണെങ്കിൽ ഇനി നീയെ പറയുന്ന വാക്കുകൾ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ക്രിസ്തുവിൽ കൂടെ ലഭ്യമായതൊന്ന് ആലോചിച്ച്, നമ്മൾ വളർച്ച പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഒന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മ വന്നു. നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾക്ക് നീതിയുടെ വെളിപ്പാട് കിട്ടി. നിങ്ങളുടെ അകത്ത് ജീവന്റെ വെളിപ്പാട് തുറന്നു. ഇതെല്ലാം നിങ്ങളുടെ അകത്തല്ലേ സംഭവിച്ചത്? നിങ്ങൾ അവനിലാണ്. അപ്പം മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും ധ്യാനിക്കാതെ, പിതാവാന്തയും ക്രിസ്തുവിലൂടെ തുറന്നിരിക്കുന്ന ആത്മതലം മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിക്കാവോ? ഞാൻ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഇപ്പോൾ അത് തുറന്നു വരും. നിങ്ങൾക്കത് ബോധ്യമാകാൻ തുടങ്ങും. ചിലപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് ബോധ്യമാകിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ സമയമെടുത്ത് ദിവസം ഇരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് ഇത് മാത്രം ധ്യാനിച്ചത് പ്രാർത്ഥിച്ച്, കർത്താവ് അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് എനിക്കുണ്ട്. അത് അത്യുന്നതന്റെ മറവാണ്. ആ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ചില മിനിറ്റുകൾ. അതുകൊണ്ട് ആ സീക്രട്ട് പ്ലേസ് അങ്ങ് തുറക്കണമേ. ആ സീക്രട്ട് പ്ലേസിലേക്ക് അങ്ങ് അത് വീണിരിക്കുന്നു. ഞങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾ അവിടെ ആ വെളിപ്പാടകത്ത് കയറട്ടെ. ആ വെളിപ്പാടകത്ത് വ്യാപരിക്കട്ടെ. ജഗത്തുരാധന പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഇവിടെയാണല്ലോ ഹെവൻ പ്രൊവിഷനുകൾ തുറക്കുന്നത്. അവിടെയാണല്ലോ പ്രാർത്ഥിക്കുന്നു. മിസ്റ്ററികൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം നിന്നോട് ഈ സീക്രട്ട് പ്ലേസിനകത്തേക്ക് ദൈവത്തെ ഗ്രഹിക്കുന്നവരെ അവരോട് നിങ്ങളോട് സംസാരിക്കും.
ദൈവം നിങ്ങൾക്ക് സംസാരിക്കും. ദൈവം നിങ്ങളെ സംസാരിക്കും. നിങ്ങളുടെ സ്പിരിറ്റിന്റെ കണ്ണുകൾ തുറക്കും. നിങ്ങളുടെ ആത്മാവിലെ ശബ്ദം കേൾക്കാം. നിങ്ങളുടെ ആത്മാവിലെ ശബ്ദം കേൾക്കാം. ആത്മാവിലെ ശബ്ദം കേൾക്കാം. ആത്മാവിലെ ശബ്ദം കേൾക്കാം. ജഗത്തിരി രഭസ്യസ്കന ലഗച്ചുരാദ ആത്മാവിലെ ശബ്ദം ഉറങ്ങട്ടെ. ആത്മാവിലെ ഉറങ്ങട്ടെ. ആത്മാവിലെ ഉറങ്ങട്ടെ. ആത്മാവിലെ ശബ്ദം ഉറങ്ങട്ടെ. ഈ നിങ്ങളുടെ ആത്മാവിൽ ദൈവശബ്ദം മുഴങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആദ്യം ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കണം കേട്ടോ. ദൈവം സംസാരിക്കുന്നത് പല വിധത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്ത് ചെന്നാൽ, അവിടെ ചെന്നാൽ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങളോട് സംസാരിക്കാത്ത ഒരു ദൈവത്തെ നിങ്ങൾ പിൻപറ്റരുത്. അയ്യോ, പ്രശ്നമാവോ? നമ്മുടെ അകത്ത് ഈ പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയുമാണ് ദൈവം സംസാരിക്കാൻ വെച്ചിരിക്കുന്നതെന്ന് ചിന്ത കിടക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്തത്. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെട്ടതിന് നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന സകലതും നിന്നോട് അരുളി ചെയ്യും. അപ്പൊ കൃപാസനത്തിന്റെ പ്രത്യേകത, പെട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന കൃപാസനത്തിന്റെ മുകളിൽ ദൈവം പ്രത്യക്ഷനായാൽ, യാഹ്വേ എന്ന ശബ്ദത്തോട് ദൈവം പ്രത്യക്ഷപ്പെട്ട ദൈവം അവിടെ വന്നുകൊണ്ട് അവരോട് സംസാരിക്കാൻ പെടും. നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് പല വിധത്തിലാണ്. സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം സംസാരിക്കും. മൂന്നാമത്, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ നിങ്ങളുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്നു. മൈൻഡ് വിഷൻ എന്ന് പറയും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നടന്നോ നടന്നില്ല എന്ന് ഡൗട്ട് വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് ഇങ്ങനെ പോകുന്ന പോലെ തോന്നി, ഒരു വെളിപ്പാട് കണ്ടതുപോലെ തോന്നി, കണ്ടോന്നറിയില്ല. അതാണ് പ്രശ്നം. മൈൻഡ് വിഷൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്, നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ആത്മാവിൽ നിന്ന് ചിന്തകൾ വരാൻ തുടങ്ങും. ആത്മാവിന്റെ ചിന്ത വരാൻ തുടങ്ങും. ആത്മാവിന്റെ ചിന്ത, അത് ചിന്തയാണ്, ശബ്ദമല്ല. ചിന്ത വരും. 5ാമത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ട്, ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ, ചെസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ട് ആത്മാവ് ഇരിക്കുന്നതൊന്നും ബൈബിളിൽ വാക്യമില്ല. ഇന്നർ മോസ്റ്റ് പാർട്ട് എന്നേ ഉള്ളൂ. ഇനി ആരെങ്കിലും വിമർശിക്കട്ടെ. നമ്മുടെ അറിവുകേടിനെ അവരൊക്കെ വിമർശിക്കാൻ ഒരു വഴിയാക്കുന്നെങ്കിൽ ആക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് നിന്ന് അവിടെ ഒരു ശബ്ദം മുഴങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, ഫീൽ ചെയ്യും. മുഴങ്ങുന്ന പോലെ, അത് മനസ്സിൽ തോന്നുന്നതല്ല, നിങ്ങളുടെ അകത്ത്. എനിക്ക് ദൈവാത്മാവ് എന്നോട് പല പ്രാവശ്യം സംസാരിച്ചുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ ആത്മാവിൽ, ഹൃദയത്തിനകത്ത് ദൈവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് ഓഡിയോ വോയിസ് ആയിട്ട് കേൾക്കുകയല്ല, നിങ്ങൾക്കിത് സംസാരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളത് കേട്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ 27-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും. കണ്ടോ? അതിന്റെ 3-4 വാക്യമാണ്. I may dwell in the house of the Lord the days of my life. അപ്പം ഇവിടെ ദൈവം നിങ്ങളെ ആലയത്തിൽ മറയ്ക്കുന്ന, അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ മറയ്ക്കപ്പെടുന്ന, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കുന്ന, പാറമേൽ എന്നെ, ഇവിടെയാണ് ആ വാക്യം, 5-ാം വാക്യം. ഇൻ ദ സീക്രട്ട് ഓഫ് ഹിസ് ടാബർനാക്കിൾ ഷാൽ ഹി ഹൈഡ് മീ. അതിനകത്ത് മറയപ്പെടുന്നവരുടെ പ്രത്യേകത ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനൊരു സീക്രട്ട് പ്ലേസിലേക്ക് നിങ്ങൾ കയറുമ്പോൾ പ്രത്യേകത എന്താണ്? പ്രത്യേകത, നിന്റെ ഭവനത്തിൽ ഇനി ജയമേ നടക്കുള്ളൂ. നിന്റെ തലയെ ദൈവം ഉയർത്തും. തല താഴാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനൊരു പ്ലേസ് കൊണ്ട് നീ താഴത്തെ സ്ഥലത്ത് കിടന്ന് നിലവിളി നിർത്തണം. ഞാൻ അങ്ങോട്ട് വരെ, എനിക്ക് അവിടെ വന്നേ പറ്റൂ.
ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം വലിച്ചു മാറ്റിക്കള അവനിൽ ഉറപ്പിൽ. എന്നിട്ട് ഈ വാക്യം വായിച്ചു നോക്കി, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. കണ്ടോ, ഓഡിയോ വോയിസ് കേട്ടതല്ല, എന്റെ ഹൃദയത്തിനകത്ത എന്തോ ഒരു ശബ്ദം എനിക്ക് കേൾക്കാം ഇപ്പോൾ. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. കണ്ടോ, അപ്പോ അവിടെ ഒരു ശബ്ദം ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. എന്താ ശബ്ദം മുഴങ്ങിയത്? ഞാൻ ദൈവത്തിന്റെ നന്മ കാണും, ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക. കണ്ടോ, അപ്പൊ ഒറ്റവാക്ക് ഞാൻ അവിടെ നിന്ന് ഇതൊന്നും ഡിസ്പ്ലേ ഇട്ടില്ലല്ലേ, ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഇട്ടു എന്ന് വിചാരിച്ചിരിക്കുക. കർത്താവേ, പോട്ടെ, സാരമില്ല, നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. അപ്പൊ ഇപ്പോ നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങളോട് അങ്ങനെ സംസാരിക്കുമെന്ന് ഇപ്പൊ സംസാരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം സംസാരിക്കുമോ? നിങ്ങൾ കണ്ടമാന വേദനയ്ക്കകത്തിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നമുണ്ട്, കണ്ടമാന വേദനയുണ്ട്, ശത്രുക്കൾ നിങ്ങളുടെ മുമ്പ് വന്നു നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളുടെ കണ്ടമാനം ചെലവുകൾ മുമ്പിൽ, ശാരീരിക പ്രശ്നങ്ങൾ പലത്, കണ്ടമാന അവസ്ഥകൾ, കൂട്ടുകെട്ടുകൾ പലത്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഇതിന് നടുവിൽ നിങ്ങൾ ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങളെ മറയ്ക്കുന്ന, പ്രൊട്ടക്ഷൻ നൽകുന്ന ദൈവത്തിൽ നിങ്ങൾ മറയാൻ തീരുമാനിച്ചാൽ ആ അവസ്ഥയിലിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിക്കാൻ തുടങ്ങുമോ? ദൈവം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകളിലൂടെ സംസാരിക്കുമോ? ആ ചിന്തകളിലൂടെ സംസാരിക്കുന്ന ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും ആദ്യ സമയത്ത്. പക്ഷെ കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഹൃദയത്തിൽ നിന്ന് ചിന്തകൾ വരും, നിങ്ങളുടെ ദേഹിയിൽ നിന്ന് ചിന്തകൾ വരും, നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ചിന്തകൾ വരും. പല സോഴ്സുകൾ ചിന്തയ്ക്കകത്തേക്കുള്ളത് കൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ പ്രഥമ സ്റ്റെപ്പിൽ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പക്ഷെ സാരമില്ല, നിങ്ങൾ ഒന്ന് ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന് പ്രാർത്ഥിച്ചാലോ മനസ്സിനെല്ലാം ശാന്തമാക്കി, കണ്ണുകളെല്ലാം അടച്ച്, ആ പണികളെല്ലാം നിർത്തിവെച്ച് ഒന്ന് ചിന്തകളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ അവസ്ഥകളുടെ നടുവിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവം നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമെന്ന് നോക്കി കൃത്യമായി സംസാരിക്കും കേട്ടോ. ഷബന ഹദൽക്കനാദിന ഒന്ന് അപരങ്ങളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ച് മറ്റൊന്നിലേക്ക് നോക്കാതെ ഷാബന. ഞാൻ ആദ്യം ദൈവശബ്ദം കേൾക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യമായിട്ട് ദൈവശബ്ദം കേൾക്കുന്നത് എന്നോട് ദൈവാത്മാവിന്റെ ഒറ്റ മിനിറ്റ്. ഞാൻ ആദ്യം ദൈവശബ്ദം കേൾക്കുന്നത് 1992 ആദ്യം ഞാൻ കേൾക്കുന്നത് എൻ്റെ രോഗത്തുള്ള ബന്ധത്തിലാണ്, എൻ്റെ സ്പിരിറ്റിൽ കേൾക്കുന്നത്. രണ്ടാമത് ഞാൻ ദൈവശബ്ദം കേൾക്കുന്നത് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ 98 ജനുവരി മാസത്തിൽ ഞങ്ങൾ പീച്ചിൽ ഞങ്ങൾ 4 പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഏത് നേരവും ബൈബിൾ വായിക്കും, അന്യഭാഷ പ്രാർത്ഥിക്കും, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു ശബ്ദം കേൾക്കാം. PP മർക്കോസിനോട് നീ പോയി പറയണം, മാർച്ച് മാസം 31 മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. കേൾക്കുന്നുണ്ട് നിങ്ങൾ? എൻ്റെ സ്പിരിറ്റിനകത്ത് ഞാൻ ശബ്ദം കേൾക്കുക. എൻ്റെ ഹൃദയത്തിനകത്ത് ശബ്ദം മീൻസ് അത് ചെവിക്കകത്ത് സൗണ്ടായിട്ടല്ല, ഒരു മുഴങ്ങുന്ന ശബ്ദമായിട്ട് കേൾക്കുക. ഞാൻ കൃത്യമായിട്ട് കേൾക്കുക, പേരടക്കം കേൾക്കുക, അങ്ങനെ കേൾക്കുക. അങ്ങനെ ഇത് ഉണ്ടോ സ്പിരിച്വൽ ഇല്ലത്ര. അപ്പൊ ഇത് നമുക്ക് നേരെയില്ല. നമുക്കത് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു തലം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ മനസ്സ് ഒന്ന് ശാന്തമാക്കാനോ അവന്റെ സന്നിധി ഇരിക്കാനോ സമയമില്ല. ഇത് 1 മിനിറ്റ് കൊണ്ടൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചക പള്ളിക്കൂടം ഉണ്ടായിരുന്നു. അവന് പ്രവാചക പള്ളിക്കൂടം ഉണ്ട്. ഏലിശിക്ക് പ്രവാചക പള്ളി എന്ന് പ്രവചിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ല, മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്, ദൈവശബ്ദം കേൾക്കാൻ പഠിപ്പിക്കുകയാണ്, അവസ്ഥകളെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. മനസ്സിനകത്തേക്ക് മറ്റു ചിന്തകൾ കടന്നു വരാതെ ചിന്തകളെ ഗ്യാപ്പിട്ട്, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഗ്യാപ്പിട്ട് അവിടെ യാഹ്വയെ ധ്യാനിക്കാൻ പഠിപ്പിക്കുകയാണ്. നമുക്കിപ്പോ ഈ ഇതിന്റെ കാലമല്ലേ, ഇതിന്റെ കാലമായി എന്താ പറയുക, ഫാസ്റ്റ് ഫുഡിന്റെ കാലം. ഇരിക്കുക കഴിക്കുക ഓടുക. ഇതുകൊണ്ട് നിങ്ങൾ വളരില്ല. നിങ്ങൾക്കൊരു ദൂത് കേൾക്കാം, ഒരു ശബ്ദം കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രവചനം കേൾക്കാം, നിങ്ങൾക്കൊരു അത്ഭുതം നടക്കാം, ഇതൊക്കെ നടക്കും. പക്ഷെ നിങ്ങളിൽ ഇത് തുറക്കണമെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചേ പറ്റൂ. ഓക്കെ, സമയം ഓടിപ്പോയി. നിങ്ങളൊരു 3-4 മിനിറ്റ്, എനിക്കറിയാം സമയം 6:30 35, ഒരു 2-3 മിനിറ്റ് പോട്ടെ. ഇങ്ങനൊരു സ്ഥലം ഇന്ന് രാവിലെ തുറന്നാലോ?
ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാം മൈക്കോൺ വിട്ടു പ്രാർത്ഥിച്ച് ഷബാല ഹത്തൽ കനാദിരാധന ശകത്തുരാധനാരക പ്രോസസ് മറ്റൊന്നും ആലോചിക്കാതെ സ്ഫുടമായിട്ട് അന്യ ഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചോ. ഷഖറഫ ലംതുരാധന റഗശസ് കനാദിരാധന. നിന്റെ നീറുന്ന വിഷയങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അവന്റെ അടുക്കൽ ഇരുത്തി റോബ ഹത്തൽ കെ റഖാന ഹശസ് കനാദിരാധന ലബത്തുരാധന പ്രൗഷസ്കനാദിനാദന പ്രൗഷമന ഹദുരിമിനി ഘടകധന അന്തരാദിനാദന പ്രൗഢമന ഘടകധന ഹദുരമന ഘടകധന. സംസാരിക്കുന്ന ഇടപെടുന്ന നീ ഉറച്ചിരിക്കുക, നീ ധൈര്യപ്പെട്ടിരിക്കുക. നീ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടിരിക്കും. നിന്റെ ദൈവം നിന്നെ കൈവിടുന്നവനല്ല, കൂട്ടുകെട്ടുകളെ അവൻ പൊളിച്ചിരിക്കും. നിന്നെ അവൻ അവന്റെ സീക്രട്ട് പ്ലേസിനകത്ത് മറയ്ക്കും. നിനക്ക് ശബ്ദം കേൾക്കാം. കർത്താവ് ഇപ്പോൾ ഇവരെ മൈൻഡ് വിഷൻ തുറക്കട്ടെ അപ്പാ, ഇപ്പോൾ ഇവരെ ആത്മതലം തുറക്കട്ടെ അപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇവരോട് സംസാരിക്കണമേ, പ്രൊവിഷനുകൾ തുറന്നു കൊടുക്കണമേ, അങ്ങയുടെ ശബ്ദം ഇവരെ കേൾപ്പിക്കണമേ. ഇത് തുറന്നു വരട്ടെ അപ്പാ, ഇത് തുറന്നു വരട്ടെ അപ്പാ, ഇത് തുറന്നു വരട്ടെ അപ്പാ. ശബാല ജഗതുരാധന പ്രൗഢമന അന്തരാദിന പ്രൗഷമന ഹദുരിബിനി ഘടകധനം. ദൈവിക നിശബ്ദതയുടെ കാലഘട്ടം തീരട്ടെ, ദൈവിക നിശബ്ദതയുടെ കാലഘട്ടം തീരട്ടെ. അബ്രഹാമിന്റെ ജീവിതത്തിൽ 13 വർഷം മിണ്ടാതിരുന്ന ദൈവം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 400 വർഷം മിണ്ടാതിരുന്ന ദൈവം. നിശബ്ദതയുടെ കാലഘട്ടങ്ങൾക്ക് കുത്തിട്ട് അവരുടെ മക്കളുടെ വിഷയത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ദൈവകര വെളിപ്പെടാൻ. ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞാൻ ഈ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവരെ മേലത്തോളം തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സീക്രട്ട് പ്ലേസിനകത്ത് വസിക്കാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ അത് വെളിപ്പാടാകട്ടെ. ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ഇവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുകയാണ്. ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്തത് ഉണ്ടാകട്ടെ, ഇല്ലാത്ത വെളിച്ചം ഉണ്ടാകട്ടെ. ഈ ഭവനങ്ങളിൽ വെളിച്ചം ഉണ്ടാകട്ടെ. തലമുറകളുടെ മേൽ കിടക്കുന്ന അടിമത്തങ്ങൾ പൊളിയട്ടെ, പ്രൊവിഷനുകൾ തുറക്കട്ടെ, മിറക്കിൾ മണികൾ ഉണ്ടാകട്ടെ. ഷാഫ റബഷസ്കനാദിന അന്തൽക്കടപ്പ് ദൈവിക പ്രൊവിഷനുകൾ തുറക്കട്ടെ. രാജ്യങ്ങളുടെ നിയമപ്രകാരം ഇവർക്ക് ലഭ്യമാകേണ്ട ജോലികൾ, ഇവർക്ക് ലഭ്യമാകേണ്ട നന്മകൾ, ഇവർക്ക് ലഭ്യമാകേണ്ട ഉയർച്ചകൾ, സൗഖ്യങ്ങൾ, ആരോഗ്യങ്ങൾ, ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ചിലതിന്ന് രാവിലെ സ്വർഗം കയ്യൊപ്പിട്ട്, ചിലതിന്ന് രാവിലെ സ്വർഗം കയ്യൊപ്പിട്ട് കൈമാറേണ്ടതിനായി, ചില വിൽപത്രങ്ങൾ ഇന്ന് രാവിലെ ഇവരിലേക്ക് കൈമാറേണ്ടവനായി, ഇപ്പോൾ ശബനഘടക വിൽപത്രത്തിനകത്തെഴുതിയ അവകാശികൾ ഇവരിലേക്ക് കൈമാറേണ്ടവനായി. ഇവരുടെ തലമുറകളുടെ ഭാവി സെക്യൂറാകട്ടെ, സെക്യൂറാകട്ടെ. അവരുടെ പഠനം സെക്യൂറാകട്ടെ. ലോക ബന്ധങ്ങൾ അവരെ കടന്നു പിടിക്കരുത്, അടിമത്തങ്ങൾ അവരെ കടന്നു പിടിക്കരുത്. സ്വർഗം അവരോട് ഇടപെടണമേ. അപ്പാ, ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങനൊരു വളർച്ച ഞങ്ങളുടെ മക്കളുടെ അകത്ത് തുറന്നു കൊടുക്കണമേ അപ്പാ. ഞങ്ങൾ ഇന്ന് ചില മിനിറ്റുകൾ സംസാരിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ സീക്രട്ട് പ്ലേസിൽ ഇവർ വസിക്കുകയാണെന്നുള്ള വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമേ. അവിടെ സ്പിരിച്വൽ റിലങ്ങൾ തുറക്കണം, അനുഭവങ്ങൾ തുറക്കണം, അങ്ങയുടെ ശബ്ദം മുഴക്കണം, ഇവർക്കുള്ള പ്രൊവിഷനുകൾ തുറക്കണം, ഇല്ലാത്തത് ഉളവായി വരണം. കുടുംബത്തിനകത്ത് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം തുറക്കണം. കുടുംബങ്ങളെ മുഴുവൻ പണിയണം. എല്ലാ കുടുംബങ്ങളും ഒന്നാകണം. ഓരോ കുടുംബങ്ങളും ദൈവത്താൽ പണിയപ്പെടണം. ഒരു തിന്മകളും ഒരു കുടുംബത്തിൽ വരരുത്. അടിമത്തങ്ങൾ പൊളിഞ്ഞു മാറണം. പ്രൊവിഷനുകൾ തുറക്കണം. നീക്കേണ്ടതിനെ നീക്കണം, ചേർക്കേണ്ടവനെ ചേർക്കണം. ഷഖറബഷസ്കൻ ഇവരെ കണ്ണുകൾ തുറക്കണം, ഇവരെ വളർത്തണം, ഒരു ശരീരമാക്കി മാറ്റണം. ദൈവസ്നേഹം തുറന്നു കൊടുക്കണമേ. കണ്ടമാനം പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുടെ മക്കൾക്കുണ്ട് അപ്പാ. അങ്ങ് അതിൻ്റെ മേലെല്ലാം അങ്ങയുടെ കരം അനുകൂലമാക്കണമേ. ഞാൻ അവരെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മൈൻഡ് സെറ്റിൽ ഇവർ ജീവിക്കട്ടെ. ആ മൈൻഡ് സെറ്റിൽ ഇവർ കർത്താവിനെ ആരാധിക്കട്ടെ.
ആ ആരാധനയിൽ കൈമാറുന്ന അധികാരത്തെ ഇവർ കൽപ്പിക്കട്ടെ. വിഷയങ്ങളിലേക്ക് നോക്കി സംസാരിപ്പാൻ, ഉറപ്പിക്കപ്പെട്ട മനസ്സിൽ സംസാരിപ്പാൻ, കൽപ്പിക്കാൻ കൃപ കൊടുക്കണമേ കർത്താവ്. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് ബ്രദർ, ജോൺസൺ പാസ്റ്റർ, മോളി ജോസഫ് സിസ്റ്റർ, വിശാൽ ബ്രദർ, ഷലോമി സിസ്റ്റർ, നിരഞ്ജന സിസ്റ്റർ, സുശീല സിസ്റ്റർ, ഷീജ സിസ്റ്റർ, സോണിയ പോൾ, ഷൈനി സിസ്റ്റർ, ഉഷാനെറ്റോ, വീണു സിസ്റ്റർ, ഷീജകുമാർ, ഞാൻ ഈ സഹോദരിമാരെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബങ്ങളുടെ മേൽ തുറക്കണമേ അപ്പ. നിർമ്മല സിസ്റ്റർക്കായി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രിയ മകൾ സംഗീതയുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ടീച്ചർ, ലിൻസിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസന്നകുമാരി സിസ്റ്റർ, സിന്ധുദാസ്, ജോഫി, സെബിൻ കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ലിൻഡമോൾ, ജോഫി സിസ്റ്റർ, അവർ പ്രത്യേക അവസ്ഥ കൂടെ കടന്നു പോകുന്നല്ലോ. ദൈവം ഇടപെടണമേ. ദൈവാത്മാവ് അവരോട് കൃത്യമായിട്ട് ശബ്ദം കേൾപ്പിക്കണമേ. പ്രമീള സിസ്റ്റർ, റോസ്ലി ജോസഫ്, പ്രിയങ്ക സിസ്റ്റർ, ആനി ജെയ്സൺ, ഷീല സിസ്റ്റർ, ഗ്രേസി ഡേവിഡ്, ഡെയ്സി ഡേവിഡ്, കർത്താവേ അങ്ങയുടെ ദാസിമാരെ കുടുംബങ്ങൾ, തലമുറകൾ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവന് മേലെല്ലാം ഒരു ഡിവൈൻ റിലീസുകൾ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദർ, കോമളം കോശി, കർത്താവെ പ്രിയ ജയതി സിസ്റ്റർ, പ്രിയ വള്ളിയമ്മ സഹോദരി, ഡൊമിനിക്, അഞ്ചു സിസ്റ്റർ, മിമി ചേച്ചി, ഷെർലി പൊന്നൂസ്, ലിനി അഗസ്റ്റിൻ, സുഷമ സിസ്റ്റർ, സുനു സൂസൻ, ബീന വെള്ളറട, കർത്താവെ ദൈവദാസിമാരെ, അവരെ കുടുംബങ്ങളെ, തലമുറകളെ, പങ്കാളികളെ, അവരുടെ സകല വിഷയങ്ങളും അങ്ങ് ഇടപെടണമേ. ഇപ്പോൾ അതിനുമേലെല്ലാം അടുത്തൊരു റിലം തുറന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷഖ, അവർ വേദനിക്കുന്ന വിഷയങ്ങളിലേക്ക് നോക്കി അവർ കൽപ്പിക്കട്ടെ, കാര്യങ്ങൾ സംഭവിക്കട്ടെ. ബീന വെള്ളറട, നീനു സിസ്റ്റർ, റീത്ത സഹോദരി, ബിൽസി ഫൈജു, സോജി ജോർജ്, വള്ളിയമ്മ, ബീന ബാലഗോപാലൻ, തനൂജ സിസ്റ്റർ, കർത്താവേ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന കണ്ടമാനം പേര് രാവിലെ വരാത്തവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വലിയ തുറക്കണം അപ്പ. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തലത്തിൽ ഇവർ ജീവിക്കട്ടെ. ഇവർ ഈ തലത്തിൽ നിന്നുകൊണ്ട് വളരട്ടെ. തക്ക കർത്താവ് പെർഫെക്റ്റ് ഹെൽപ്പറായി കർത്താവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിവർത്തിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വ കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.